ഈ ചാക്കിൽ എന്താണെന്നൊരു ഐഡിയയും ഇല്ല. ആരോ നമ്മുടെ കടയിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഒറ്റ പോക്കായിരുന്നു. നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് പോളിച്ചാനും ജോഷി പാപ്പനും കൂടി ഈ ഒരു ചാക്ക് നമ്മുടെ ഈ കാണുന്ന തകലിലൂടെ ഒരു ഒറ്റ ചുരിയിലായിരുന്നു. അപ്പൊ നോക്കുമ്പോഴേ നല്ല പെട്ടക്കണ ഒന്നാം തരം കരിമീൻ. വലുപ്പം കുറവാണെങ്കിലും പൊരിക്കാനൊക്കെ പറ്റി നല്ല ഒന്നാം തരം കരിമീനായിരുന്നു. ഈ ചാക്കിന്റെ ഉടമസ്ഥനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ കടയിൽ തിരക്ക് കണ്ടപ്പോ ചായ കുടിക്കാനായിട്ട് പോയതാണ്. ഇനി ഇതെല്ലാം വലുപ്പം അനുസരിച്ച് തിരിഞ്ഞു മാറ്റി പല പല ക്യാറ്റുകളാക്കിയിട്ട് വെക്കാം. ഈ കാണുന്ന നൂറുകണക്കിന് കരിമീനുകളെയും ഓരോന്നോരോന്നായിട്ട് പെറുക്കി എടുത്തിട്ട് തിരിഞ്ഞു മാറ്റി പല പല ക്യാറ്റുകളാക്കി വെക്കാന്നുള്ളത് ഒരു ടാസ്ക് തന്നെ. ക്ഷമക്കെട്ടണ പരിപാടിയാണെങ്കിലും നമുക്ക് ഈ ഒരു പരിപാടി ചെയ്താൽ മാത്രമേ വില പറഞ്ഞ ആൾക്കാർക്ക് വിൽക്കാൻ പറ്റുള്ളൂ. എന്തായാലും സംഭവം തട്ടിലേക്ക് ചൊരിഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പൊ തന്നെ 2 കിലോ 3 കിലോ 1 കിലോ 1/2 കിലോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വാങ്ങിച്ചോണ്ടേ പോയിരുന്നു. പിന്നെ നോക്കിയപ്പോൾ വേറെ കുറച്ച് സെന്റിൽ വേറെ കുറച്ച് കരിമീൻ അതങ്ങോട്ട് നമ്മുടെ പാത്രങ്ങളോട് ചൊരിഞ്ഞ് നോക്കിയപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കരിമീനായിരുന്നു. അപ്പൊ ചോദിക്കും നിങ്ങളുടെ കടയിൽ നിന്നാണ് കരിമീൻ മാത്രമേ ഉള്ളൂ? അല്ലാണ്ട് അതേ കാണുന്ന കൂരിയും ചെറുവക ഐറ്റങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അതൊക്കെ പുഴയിൽ നിന്ന് പിടിച്ചിട്ട് നമുക്ക് കൊണ്ടുവന്ന് തരാനായിട്ട് ഇഷ്ടംപോലെ ചേട്ടന്മാര് പുഴയിൽ പണിയെടുക്കുന്നു. അതെല്ലാം ചൂടാറുന്നതിന് മുമ്പ് തന്നെ വീട്ടിലോട്ട് വാങ്ങിച്ചോണ്ട് പോയിട്ട് ചട്ടിയിലാക്കാൻ നമ്മുടെ കസ്റ്റമേഴ്സും കടയിൽ വെയിറ്റിംഗ് ആയിരുന്നു. എന്തായാലും ഞായറാഴ്ച അത്യാവശ്യം മീനുള്ള ദിവസമായിരുന്നു ഇന്നത്തെയും.